സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയിസി എഴുതിയ കാണാത്ത തീരങ്ങൾ. ജയദേവൻ നമ്പ്യാർ വരികയാണെങ്കിൽ കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് രാജഗോപാലും മക്കളും ഏകദേശം 2 മണിക്കൂറിലധികം സന്ദീപിൻ്റെ വീട്ടിൽ ചിലവഴിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട്ടെത്താൻ 1 മണിക്കൂറിൽ താഴെ സമയം മതിയെന്ന് എല്ലാവർക്കും അറിയാം. രാജശ്രീ ഇടയ്ക്ക് ജയദേവൻ നമ്പ്യാരെ ഫോണിൽ വിളിച്ച് തിരക്കുകയും ചെയ്തു. ഉടനെ എങ്ങാനും വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഇല്ല, അവർ പോയില്ലേ? ജയദേവൻ നമ്പ്യാരുടെ മറുചോദ്യം വന്നു. ജയേട്ടൻ വരുമോ എന്ന് 2-3 തവണ ചോദിച്ചു. വരില്ലെന്ന് പറഞ്ഞേക്ക്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ വരുന്നതല്ലേ നല്ലത്. ജാതകത്തിൻ്റെ കാര്യമൊക്കെ നേരിട്ട് സംസാരിക്കാമല്ലോ. അതെല്ലാം നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതല്ലേ, എന്തിനാ കൂടെ കൂടെ പറയുന്നേ? എന്നാ അവർ പോയിക്കോട്ടെയല്ലേ? അതല്ലേ ആദ്യമേ പറഞ്ഞത്. നമ്മളെ കാണാൻ വരുന്നവർ അതിനായിട്ട് മാത്രം വരണം. അല്ലാതെ എവിടെയോ യാത്ര പോയി തിരിച്ചു വരണ വഴിക്ക് വഴിയമ്പലത്തിൽ കയറുന്ന പോലെ വരികയല്ല വേണ്ടത്. പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംഭവം എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അത് ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും കുത്തകയല്ല. ശരി, സമ്മതിച്ചു, വെക്കട്ടെ. മറുവശത്ത് നിന്ന് മൂളൽ സമ്മതം കിട്ടിയ ഉടൻ രാജശ്രീ ഫോൺ വെച്ചു. അതിനുശേഷം ലിവിംഗ് റൂമിൽ വന്ന് അതിഥികളോട് പറഞ്ഞു, ജയേട്ടൻ ഭയങ്കര ബിസിയാ, വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നാ പറഞ്ഞത്. ഇന്ന് കുറേ പെൻഡിങ് കേസുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സാരമില്ല, നമുക്ക് അടുത്ത് തന്നെ വീണ്ടും കാണേണ്ടതല്ലേ. അതും പറഞ്ഞു, ഇങ്ങോട്ട് ഉടനെ തന്നെ വരേണ്ടതല്ലേ. അപ്പോൾ മറക്കാതെ അല്ലിമോളുടെ ജാതകം കൂടി കൊണ്ടുവരാൻ ഓർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, രാജഗോപാൽ ഉപചാരപൂർവ്വം പറഞ്ഞ് പോകാൻ എണീറ്റു. അല്ലിമയ്ക്ക് വല്ലായ്മ തോന്നി. അവൾക്ക് സന്ദീപിനെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. 1/2 മണിക്കൂർ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. സന്ദീപിനും അതേ മനസ്സ് തന്നെയായിരുന്നു. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, സന്ദീപ് പെട്ടെന്ന് പറഞ്ഞത് കേട്ട് അല്ലിമ ആശ്ചര്യപ്പെട്ടു. അവൾ കൺമിഴിച്ച് സന്ദീപിനെ നോക്കി. എനിക്ക് ഡ്യൂട്ടിക്ക് കയറാമല്ലോ, കുറച്ച് ലേറ്റ് ആകുമായിരിക്കും. സാരമില്ല, ആലപ്പുഴ വരെ നിങ്ങളുടെ കൂടെ വരാം. പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു എറണാകുളത്ത് വരാൻ പോവുകയാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അല്ലിമ അർദ്ധഗർഭമായി സന്ദീപിനെ നോക്കി മന്ദഹസിച്ചു. എറണാകുളത്ത് വന്നിട്ട് അധിക നാളായില്ലല്ലോ, സന്ദീപ് അവളോട് പറഞ്ഞു. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? രാജശ്രീ സന്ദീപിനോട് ചോദിച്ചു. അങ്ങനെയാ വിചാരിച്ചുകൊണ്ടിരുന്നത്. വെറുതെ എന്തിനും ഒരു ലീവ് കളയുന്നേ? സന്ദീപ് വേഗം വേഷം മാറി വന്നു. അവരുടെ കൂടെ ആലപ്പുഴ വരെ പോയിട്ട് സന്ദീപേട്ടൻ എന്ത് കിട്ടാനാ? നന്ദന ബെല്ലും ബ്രേക്കുമില്ലാത്ത ഒരു ചോദ്യം ആത്മഗതം പോലെ ചോദിച്ചു. എന്ത് കിട്ടുമെന്നോ? നല്ല മീൻ കിട്ടുമടി, സന്ദീപ് അവളെ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനും വരട്ടെ എന്നായി നന്ദന. വേണ്ട വേണ്ട, നിനക്ക് ഇവിടെ ഒരു പണിയുമില്ലേ? സന്ദീപ് ശാസിച്ചു. കാറിൽ കയറാൻ വേണ്ടി മുറ്റത്തെത്തിയപ്പോൾ സന്ദീപ് രാജഗോപാലിനോട് പറഞ്ഞു, അല്ലിമ എൻ്റെ കാറിൽ കയറിക്കോട്ടെ, ആലപ്പുഴ വരെ ഞങ്ങൾക്ക് സംസാരിച്ച് പോകാമല്ലോ. അത് വേണമോ എന്ന് രാജഗോപാൽ ആദ്യം ഒന്ന് സന്ദേഹിച്ചു. അനന്തരം ശരി എന്ന് പറഞ്ഞ് സമ്മതം മൂളി. അല്ലിമയ്ക്ക് നേരിയ ചമ്മലുണ്ടായിരുന്നു. സന്ദീപ് ഡോർ തുറന്നു പിടിച്ചു. അല്ലിമ കാറിൽ കയറിയിരുന്നു. വൈശാഖും വിന്താരയും തൃപ്തിയില്ലാതെ നെറ്റിച്ചുളിച്ചു. അല്ലിമ സന്ദീപിൻ്റെ കാറിൽ കയറിയത് ശ്രദ്ധിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു രാജശ്രീ. സന്ദീപ് തിരിഞ്ഞ് അമ്മയെ നോക്കി പതിയെ കൈ വീശി കാട്ടി. രാജശ്രീ കൈ ആംഗ്യം കാണിച്ച് അവനെ വിളിച്ചു. സ്വിച്ച് കീ വിരലിലിട്ട് കറക്കിക്കൊണ്ട് അവൻ സിറ്റൗട്ടിന് നേർക്ക് ചെന്നു. നീ പറഞ്ഞിട്ടാണോ അവൾ നിന്റെ കാറിൽ കയറിയത്? രാജശ്രീ സ്വരം താഴ്ത്തി അവളുടെ അച്ഛനോട് പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു നാണവും തോന്നിയില്ലേ നിനക്ക്? ഇതിലിപ്പോൾ നാണിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അമ്മയ്ക്കറിയില്ലേ? അവളുടെ അച്ഛനും സിബ്ലിങ്സിനും അറിയില്ലേ? പോരെങ്കിൽ മാരേജ് പോലും തീരുമാനിച്ചു കഴിഞ്ഞു. ഫിക്സ് ചെയ്തോ? ഇല്ലല്ലോ, നിശ്ചയം കൂടിയായിട്ടില്ല. അതൊക്കെ നടന്നോളൂ അമ്മേ. ഞങ്ങൾക്ക് ഇവിടെ മുതൽ ആലപ്പുഴ വരെ ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും പരസ്പരം കണ്ട് യാത്ര ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ? അത് നഷ്ടമാക്കിയ ഞങ്ങൾക്കല്ലേ നഷ്ടം, വേറെ ആർക്കും അല്ലല്ലോ. സന്തു, അവളുടെ അച്ഛൻ അതിനെ ഇഷ്ടപ്പെട്ടെന്നാണോ നിന്റെ വിചാരം? അനിഷ്ടം തോന്നേണ്ട ഒരു കാര്യവും ഇല്ല. അവരും കാറിൽ ഞങ്ങളുടെ തൊട്ട് പുറകിലുണ്ടല്ലോ. ഇനി അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടാ, നാണക്കേടുന്നൊരു സംഗതിയില്ലേ? അതൊക്കെയുണ്ട്, പക്ഷേ നാണക്കേടും ഈ ഗോൾഡൻ ചാൻസും കൂടി തട്ടിക്കഴിച്ചു നോക്കിയാലും ഞങ്ങൾക്ക് ആ ലാഭം. നാണക്കേട് തോറ്റുപോകും. പൊയ്ക്കോ പൊയ്ക്കോ, കൂടുതലൊന്നും പറയണ്ട. മകനോട് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ലെന്ന് കണ്ട്
രാജശ്രീ വിട്ടുകളഞ്ഞു. ഓക്കെ മൈ ഡിയർ മാം, ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. സന്ദീപ് ചെന്ന് കാറിൽ കയറി. രാജഗോപാൽ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സന്ദീപ് കാർ തിരിച്ച് മുൻപേ പോയി. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അല്ലിമ പറഞ്ഞു, ധൈര്യം സമ്മതിച്ചു കേട്ടോ. എന്ത് ധൈര്യം? അച്ഛനോട് ചോദിച്ചില്ലേ മോളെ എൻ്റെ കാറിലോട്ട് കയറ്റിക്കോട്ടേന്ന്? അതിനു വേണ്ടിയ ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നത് തന്നെ. അച്ഛൻ നോ പറഞ്ഞിരുന്നെങ്കിലോ? ആകെ ചമ്മലായി പോയേനെ. അച്ഛൻ എങ്ങനെ നോ പറയും? അച്ഛന് അച്ഛൻ്റെ മോളെ അറിയില്ലേ? എന്തറിയാമെന്നാ? അതോ, ഒന്ന്, അച്ഛൻ്റെ മോള് നല്ല കുട്ടിയാണെന്ന് അച്ഛനറിയാം. രണ്ട്, അച്ഛൻ്റെ മോളും ഇങ്ങനെയൊരു റൈഡ് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. മൂന്ന്, നമ്മൾ തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്തത്ര സ്നേഹത്തിലാണെന്ന്. നാല്, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. ഇത്രയേ അറിയാവുന്ന അച്ഛൻ നോ പറയൂ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഥവാ പറഞ്ഞാലും നമ്മുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ അച്ഛൻ അതോർത്ത് ലജ്ജിക്കേണ്ടി വരില്ലേ? മൈ ഗോഡ്, ഇത്രയൊക്കെ ചിന്തിച്ചിട്ടാണോ അച്ഛനോട് ചോദിച്ചത്? ഇതൊക്കെ ഒരു സെൻസല്ലേ? അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എണ്ണി പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അല്ലിമ പറഞ്ഞു. എന്താ അത്? അച്ഛന് ഈ ഇരിക്കുന്ന ആളെയും വിശ്വാസമുണ്ടെന്ന്. ഫൗളൊന്നും കാണിക്കില്ലാന്ന്. ഏയ്, എന്നെ അത്ര കണ്ട് വിശ്വാസം ഇല്ലല്ലോ. മോളെ തന്നെയാ വിശ്വാസം. അത്രയും പറഞ്ഞ് ഗിയർ ലിവറിനപ്പുറത്തേക്ക് സന്ദീപ് ഇടം കൈ നീട്ടി കൈപ്പത്തി മലർത്തിക്കാട്ടി. ആദ്യം കാര്യം മനസ്സിലാകാതെ അല്ലിമ അവനെ നോക്കി. സന്ദീപ് ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ്. വളവ് തിരിവുകൾ ഇല്ലാത്ത റോഡ്. സന്ദീപ് മെല്ലെ മുഖം തിരിച്ച് അല്ലിമയെ നോക്കി മന്ദഹസിച്ചു. അല്ലിമയുടെ വലത് കൈപ്പടം സന്ദീപിൻ്റെ ഇടത് കൈപ്പത്തിയിലേക്ക് അരികിലേക്ക് നീങ്ങി. ഒരു ചിത്രശലഭം അവൻ്റെ കൈത്തലത്തിന് മീതെ പറന്നതാണിരുന്ന പോലെ അവളുടെ കരതലം അവൻ്റെ കൈവെള്ളയെ സ്പർശിച്ചു. സന്ദീപ് അവളുടെ വിരലുകളെ തെരിപ്പിടിച്ചു. അവൻ്റെ വിരലുകൾ ഇരമ്പുന്നുണ്ടായിരുന്നു. അവയിൽ നിന്ന് അവളുടെ വിരലുകളിലേക്ക് വൈദ്യുതി പാഞ്ഞു. വിരലുകൾക്കിടയിലേക്ക് നുഴഞ്ഞിറങ്ങി. അവ തമ്മിൽ കെട്ടിപ്പുണർന്നു. അവ തമ്മിൽ തലോടി. ഒന്ന് മറ്റൊന്നിനെ ലാളിച്ചു. അവയോരോന്നും തമ്മിൽ ദീർഘചുംബനങ്ങളിൽ മുഴുകി. രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല. അന്യോന്യം നോക്കുന്ന പോലുമില്ല. വാക്കുകൾക്ക് അർത്ഥമില്ല, നോട്ടങ്ങൾക്കുമില്ല. ഹൃദയം പാടുകയാണ്. ഓരോ വിരലും തന്ത്രികളായി അതിമനോഹരമായ സംഗീത ധ്വനികൾ ഉണർത്തുന്നു. രാഗനിർദ്ധരികൾ ഉതിരുന്നു. അലൗകികമായൊരു നാദധാരയൊഴുകുന്നു. സന്ദീപ് അവളുടെ കൈത്തലം പിടിച്ച് മെല്ലെ ഉയർത്തിക്കൊണ്ടുവന്നു. ആ കൈപ്പത്തിയിലേക്ക് മുഖമടിപ്പിച്ച് ഒരു മൃദു ചുംബനം നൽകി. പിന്നെ അവളുടെ കൈ തിരികെ അവളുടെ തന്നെ മടിയിലേക്ക് വെച്ചു. ഏതോ ചെറിയ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. സന്ദീപ് ധൃതിയിൽ ഗിയർ മാറ്റുന്നത് കണ്ട് അല്ലിമയ്ക്ക് ചിരി വന്നു. ടൗൺഷിപ്പ് കടന്നുപോയി. ഇതിനു വേണ്ടിയാണോ അടൂരിന്ന് ഇതുവഴി വരാൻ പറഞ്ഞത്? എന്നെ വിളിച്ച് കാറിൽ കയറ്റിയത്? അല്ലിമ ചോദിച്ചു. സന്ദീപിന് ചെറിയൊരു ചമ്മൽ തോന്നി. അത് ഒരു ചിരി കൊണ്ട് മറിച്ച് അവൻ പറഞ്ഞു, ഇതിലും കൂടുതലായിരുന്നു മനസ്സിൽ. അയ്യോ, ഇതിലും കൂടുതലോ? അതെന്തായിരുന്നു? ആ പാടവരമ്പത്തൂടെ കൈകോർത്ത് പിടിച്ച് നടക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുളക്കടവിലെ കൽപ്പടിയിൽ തോളോട് തോൾ ചാരി അല്പനേരം ഇരിക്കണമായിരുന്നു. പിന്നെ അപ്സ്റ്റെയറിലെ ഇടനാഴിയിൽ വെച്ച് ആരും കാണാതെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഞെട്ടിപ്പിച്ചിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ തരണമായിരുന്നു. എൻ്റെ ഈശ്വര, ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നോ? പ്ലാനിങ് മാത്രമല്ല, റിഹേഴ്സലും പലതവണ നടന്നു. എൻ്റെ മനസ്സിനുള്ളിൽ വെച്ച്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് വേറെന്താ പണി? ഇയാളെയും എന്നെയും വെച്ച് ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുക, അത് എഡിറ്റ് ചെയ്യുക, ചിലതൊക്കെ റീഷൂട്ട് ചെയ്യുക, തനിയെ കണ്ട് രസിക്കുക, ഒക്കെ മനസ്സിലാ. ഇതിനല്ലേ വട്ടെന്ന് പറയുന്നേ? അത് ഡോക്ടർമാരല്ലേ, നമ്മൾ അതിനെ പ്രേമം എന്ന് പറയും. അല്ലിമ അത് കേട്ട് അടക്കി ചിരിച്ചു. കാർ അമ്പലപ്പുഴ എത്തിയിരുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അല്ലിമ പറഞ്ഞു, അവർ തൊട്ടു പുറകെ തന്നെ ഉണ്ടല്ലോ. ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ ഡ്രൈവ് ചെയ്യുന്നേ. ശരിക്കും മനസ്സിൽ ഇങ്ങനെയല്ല. എങ്ങനെയാ? ഫാസ്റ്റായിട്ട് കുറേ ദൂരം ഓടിച്ച് അവരുടെ കണ്ണീന്ന് മറഞ്ഞു പോകണം. എന്നിട്ട് ഏതെങ്കിലും പോക്കറ്റ് റോഡിലേക്ക് കയറി ഒതുക്കി നിർത്തണം. അവർ നമ്മളെ കാണാതെ കടന്നുപോയി കഴിയുമ്പോൾ പാട്ടൊക്കെ വെച്ച് പൊളിച്ച് തോന്നിയ വഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണം. പുഴക്കരയിൽ കാർ നിർത്തി വള്ളത്തിൽ കയറി മറുകരയ്ക്ക് പോകണം. അക്കരെയുള്ള പെട്ടിക്കടയിൽ നിന്ന് നാരങ്ങ മിഠായി വാങ്ങി നമുക്ക് രണ്ടുപേർക്കും തിന്നണം. സന്ധ്യയാകുമ്പോഴേക്ക് കാർ ഓടിച്ച് ബീച്ചിലെത്തണം. തിര വരുമ്പോൾ ചെരുപ്പ് നനയാതിരിക്കാൻ തൻ്റെ കയ്യും പിടിച്ച് ഓടി മാറണം. ഹായ്, എന്തു മനോഹരമായ! അല്ലിമ പറഞ്ഞപ്പോഴേക്കും സന്ദീപ് ഇടയ്ക്ക് കയറി. നടക്കാത്ത കാര്യങ്ങളല്ലേ?
അല്ലുമ്മ ചിരിച്ചു. ശരിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ അച്ഛൻ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കും. അവൾ പറഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ അനുസരണ കുട്ടികളായിട്ട് മര്യാദയ്ക്ക് കാർ ഓടിച്ച് നേർവഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ടൗണിലേക്ക് കടന്നതോടെ തിരക്കായി. വാഹന നിരകൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത്. ഈ ആലപ്പുഴ ഭയങ്കര ട്രാഫിക്കാണല്ലേ? അല്ലിമ ചോദിച്ചു. ആലപ്പുഴയ്ക്ക് ബൈപ്പാസ് ഇല്ല, അതാ, സന്ദീപ് പറഞ്ഞു. കുറേ പാലങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. അത് ആലപ്പുഴയുടെ സ്പെഷ്യാലിറ്റിയാണ്. ഒരു പാലം കടന്ന് അടുത്ത പാലത്തേക്ക് കയറുമ്പോൾ തോന്നും ഇതിലേ അല്ലേ ഇപ്പോൾ കടന്നു പോയെന്ന്. മനുഷ്യരെ ചുറ്റിക്കുന്ന പട്ടണമല്ലേ? അല്ലിമ ദ്വയാർത്ഥത്തിൽ ചോദിച്ചു. വഴി അറിയാവുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല, സന്ദീപ് പറഞ്ഞു. ഇതൊന്ന് കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂർ എടുക്കുമല്ലോ. എനിക്ക് ഈ തിരക്കിനിടയിൽ ഇങ്ങനെ കിടന്ന് ഇഴയുന്നിടത്തോളം ദേഷ്യം വേറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ തിരക്കൊന്നും പോരാന്ന് തോന്നുന്നു. ഇങ്ങനെ ഉറുമ്പരിച്ചു പോണ പോലെ വണ്ടികളൊക്കെ നീങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ചുകൂടെ പതിയെ പോയാൽ മതി. എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താണ്? ഞാൻ പറയില്ല, എന്നാലും എനിക്കറിയാം, സന്ദീപ് ഊറിച്ചിരിച്ചു. പത്രം ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ സന്ദീപ് സിഗ്നലിട്ട് കാർ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റി. രാജഗോപാലിൻ്റെ കാർ കാണാനില്ല. അച്ഛനെ വിളിക്ക്, സന്ദീപ് അല്ലിമയോട് പറഞ്ഞു. നമ്മൾ പത്രം ഓഫീസിലുണ്ടെന്ന് പറയണം. ഗേറ്റ് കടന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വരാൻ പറ. സന്ദീപിൻ്റെ നിർദ്ദേശം അല്ലിമ അനുസരിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രാജഗോപാലിൻ്റെ കാർ ഗേറ്റ് കടന്ന് പാർക്കിംഗ് പ്ലേസിലേക്ക് വന്നു. സന്ദീപും അല്ലിമയും കാറിൽ നിന്നിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവർ രാജഗോപാലിൻ്റെ കാറിനടുത്തേക്ക് ചെന്നു. ഇറങ്ങുന്നോ? ഓഫീസൊക്കെ കണ്ടിട്ട് പോകാം, സന്ദീപ് ക്ഷണിച്ചു. നോ താങ്ക്സ്, രാജഗോപാൽ അല്പം ഗൗരവത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ലേറ്റായി. ഇത്രയും വൈകുമെന്ന് പ്രതീക്ഷിച്ചില്ല. സോറി, സന്ദീപ് ക്ഷമാപണം നടത്തി. സന്ദീപിൻ്റെ അച്ഛനൊന്നും വിളിച്ചു പോലുമില്ലല്ലോ? രാജഗോപാൽ ചോദിച്ചു. അച്ഛൻ ഇന്ന് ഭയങ്കര ബിസിയാ. അച്ഛനൊരു റിസർവ് ടൈപ്പാണല്ലേ? അങ്ങനൊന്നുമില്ലെന്നേ. അച്ഛൻ സിമ്പിളാ, സോ സിമ്പിൾ. എന്നാൽ ഞങ്ങൾ നീങ്ങട്ടെ. അല്ലി, കേറ്, രാജഗോപാൽ നിർദ്ദേശിച്ചു. സന്ദീപിനെ നോക്കി അല്ലിമ പോവുകയാണെന്ന് ആംഗ്യം കാട്ടി. അവളുടെ മുഖത്ത് വിഷാദം വന്ന് നിറഞ്ഞത് സന്ദീപ് തിരിച്ചറിഞ്ഞു. സന്ദീപ് വലത് കൈയിൻ്റെ തള്ളവിരൽ ഉയർത്തിക്കാട്ടി വിജയാശംസ നേർന്നു. അല്ലിമ കാറിൽ കയറി. രാജഗോപാൽ കാറിൻ്റെ ചില്ല് ഉയർത്തും മുമ്പ് സന്ദീപ് കുനിഞ്ഞു പറഞ്ഞു. സോറി അച്ഛാ, ഞാൻ ഇത്തിരി ദുസ്വാതന്ത്ര്യം കാണിച്ചു. അല്ലിയെ എൻ്റെ കാറിൽ കയറ്റിയത് ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാ. ഓ, ലീവ് ഇറ്റ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ? അതുമാത്രമല്ല, നിങ്ങളുടെ പ്രായം കടന്നല്ലേ ഞാനും പോകുന്നത്. ഒളിച്ചു വെക്കാതെ കാര്യം തുറന്നു പറഞ്ഞല്ലോ, അതെനിക്കിഷ്ടമായി. താങ്ക് യു. സന്ദീപ് എല്ലാവരുടെയും നേർക്ക് കൈകാട്ടി. രാജഗോപാൽ കാർ തിരിച്ചു. പോട്ടെ, അടുത്ത ആഴ്ച വരാം, സന്ദീപിനോട് പറഞ്ഞിട്ട് അയാൾ ഗേറ്റിലേക്ക് കാർ ഓടിച്ചു പോയി. സൈഡ് സീറ്റിലിരുന്ന അല്ലിമ കൈ പുറത്തേക്കിട്ട് വീശി കാട്ടുന്നുണ്ടായിരുന്നു. അല്പം മുമ്പ് വരെ താൻ തൊട്ട് തലോടിക്കൊണ്ടിരുന്ന കൈയാണതെന്ന് സന്ദീപ് ഓർത്തു. അവൻ തൻ്റെ ഇടത് കൈയിലേക്ക് നോക്കി. തൻ്റെ വലം കൈയേക്കാൾ ഭാഗ്യം ചെയ്ത കൈ ഇതാണെന്ന് അവന് തോന്നിപ്പോയി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിന്ദാര ചോദിച്ചു. അല്ലിച്ചേച്ചി എന്തിനാ അയാൾ വിളിച്ച ഉടനെ ചെന്ന് കാറിൽ കയറിയത്? ആര് പറഞ്ഞു അങ്ങനെയാണെന്ന്? എന്നെ വിളിച്ചോ? അച്ഛനോടല്ലേ ചോദിച്ചത്? അല്ലിമ്മ മറു ചോദ്യമിട്ടു. അച്ഛൻ മുഖം മുഷിയാതിരിക്കാൻ വേണ്ടി സമ്മതം മൂളിയെന്ന് വെച്ച് ചേച്ചി ഉടനെ പോയി അയാളുടെ കാറിൽ കയറണോ? അച്ഛൻ സമ്മതിച്ചാൽ പിന്നെ എന്താ കുഴപ്പം? ചേച്ചി പറയണമായിരുന്നു അത് പറ്റില്ല, അച്ഛൻ്റെ കാറിൽ തന്നെ വന്നോളാമെന്ന്. അതല്ലേ വേണ്ടത്? അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ എന്ത് പണിയാ കാണിച്ചത്? അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ അച്ഛനോട്? മോളെ, ഞാൻ കാറിൽ കയറ്റി കൊണ്ടുപോയിക്കോട്ടെ എന്ന് എന്ത് മര്യാദയാ അത്? അത് മര്യാദക്കേടാണെങ്കിൽ അച്ഛൻ പറയും പറ്റില്ലെന്ന്. അച്ഛൻ അറിയാം, അച്ഛൻ അങ്ങനെ മുഖം നോക്കുന്ന ആളല്ല. കല്യാണം ആലോചിക്കുന്ന ചെറുക്കനാണ്. വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ചായയും സ്നാക്സും ഒക്കെ തന്നു. എന്നിട്ട് അച്ഛൻ എങ്ങനെ പറയും പറ്റില്ലെന്ന്? അച്ഛനല്ലേ അതിൻ്റെ ക്ഷീണം. ചേച്ചി മാറി നിൽക്കണമായിരുന്നു. ഞാൻ എന്തിനു മാറി നിൽക്കണവടി? എന്നെ കല്യാണം കഴിക്കാൻ പോണ ആള്. ഐ ലവ് ഹിം, ഹീ ലവ്സ് മീ. എല്ലാവർക്കും അറിയാം. രഹസ്യവും ഒളിച്ചു കളിയുമില്ല. നേരിട്ട് വന്ന് മുഖത്ത് നോക്കി പറഞ്ഞതാ. എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ എന്നെ കാറിലേക്ക് കയറ്റിക്കൊണ്ടു പോയത്. അത്രയും നേരം എൻ്റെ ഒപ്പം ഇരിക്കാനും എന്നോട് സംസാരിക്കാനും വേണ്ടി. അതിലെന്താ തെറ്റ്? നിങ്ങളുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ പുറകെ തന്നെ. പിന്നെന്താ കുഴപ്പം? കല്യാണം ആലോചിച്ചതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല.
ഇനി എപ്പം വേണമെങ്കിലും ഇത് തെറ്റിപ്പോകാവുന്നതേയുള്ളൂ. അപ്പോഴോ? വിന്താരയുടെ ചോദ്യം കേട്ട് അലിമ പകച്ചുപോയി. എന്തു വർത്തമാനമാണെടി നീ പറയുന്നേ? തെറ്റിപ്പോണെന്നാണോ നിന്റെ ആഗ്രഹം? ചേച്ചിക്ക് അറിയാലോ ആർക്കും ഇഷ്ടമില്ലായിരുന്നു എന്നുള്ള വിവരം. പിന്നെ ചേച്ചി നിർബന്ധം പിടിച്ചതുകൊണ്ട് നടത്തി തരുന്നതേ ഉള്ളൂ അച്ഛനും അമ്മയും. അലിമ അമ്പരപ്പിൽ മുഖം തിരിച്ച് അച്ഛനെ നോക്കി. രാജഗോപാലിന് ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രമാണ് ശ്രദ്ധയെന്ന് തോന്നി. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. എൻ്റെ തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടാൻ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അലിമ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. സഞ്ജയനത്തിന് അടൂരിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. സഞ്ജയനത്തിന് രാജഗോപാൽ ചെല്ലുമ്പോൾ കൂടെ പോരാമെന്നായിരുന്നു തീരുമാനം. പുറപ്പെടാൻ നേരം ആരെങ്കിലും കൂടെ വരുന്നോ എന്ന് ഒരിക്കൽ കൂടി രാജഗോപാൽ ചോദിച്ചെങ്കിലും ആരും താല്പര്യം കാണിച്ചില്ല. ആലപ്പുഴ വഴിയാണ് പോണതെങ്കിൽ അല്ലിച്ചേച്ചി കൂടെ വരുമായിരിക്കും, വിന്താര മുന വെച്ച് പറഞ്ഞു. ആലപ്പുഴയല്ല, ഹരിപ്പാട് വഴിയാണെങ്കിലും ഞാനില്ല. ഒരു തവണ പോയതിൻ്റെ കുശുമ്പ് ഇവിടെ പലർക്കും തീർന്നിട്ടില്ല, അലിമ ആരോടുമില്ലാതെ പറഞ്ഞു. അതോടെ വിന്താര അടങ്ങി. രാജഗോപാൽ തനിയെ കാർ ഓടിച്ചു പോയി. തിരികെ വരുമ്പോൾ ഹരിപ്പാട് വഴി വരണമെന്ന് അയാൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാറിലിരുന്നു തന്നെ രാജഗോപാൽ ജയദേവൻ നമ്പ്യാരെ വിളിച്ചു. താനിപ്പോൾ അടൂരിലേക്ക് പോവുകയാണെന്നും തിരികെ വരുമ്പോൾ കാണാനും സംസാരിക്കാനും താല്പര്യമുണ്ടെന്നും വെളിപ്പെടുത്തി. നിങ്ങൾ ജാതകവുമായി വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ജയദേവൻ നമ്പ്യാരുടെ സ്വരത്തിലെ പരിഭവം രാജഗോപാലിന് മനസ്സിലായി. ഇടയ്ക്കൊരു മരണം നടന്ന വിവരം പറഞ്ഞിരുന്നല്ലോ. എൻ്റെ വൈഫിന് സഞ്ജയനം വരെ അടൂര് നിൽക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് വൈകിയത്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വല്ലാതെ ലേറ്റ് ആവില്ലേ? ജയദേവൻ നമ്പ്യാർ തിരക്കി. ഇല്ല, ചടങ്ങുകളൊക്കെ 11 മണിയോടെ കഴിയും. ഇതിലേ വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുമുണ്ടോ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. ജാതകത്തിൻ്റെ കാര്യവും കല്യാണക്കാര്യവും സംസാരിക്കാൻ വേണ്ടി തന്നെയാ. ശരി, എപ്പോഴത്തേക്ക് വരും? ഒരു 4 മണി. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാകും. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ ആയാലോ? ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്. വിവാഹക്കാര്യം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരൂ. പ്രൈവറ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് റൂമുണ്ട്. നിമിഷങ്ങളോളം ആലോചിച്ച ശേഷമാണ് രാജഗോപാൽ മറുപടി പറഞ്ഞത്. ശരി, ഞങ്ങൾ വരാം. വെൽ, സീ യു. ഞാൻ മോർണിംഗ് വാക്കിന് പോയിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇനി കുറച്ച് യോഗയുണ്ട്, വെക്കട്ടെ. ശരി, വൈകുന്നേരം കാണാം. കോൾ കട്ടായതോടെ രാജഗോപാൽ കാതിൽ നിന്ന് ബ്ലൂടൂത്ത് എടുത്തു മാറ്റി. ഇന്ന് ലീവ് എടുത്താലോ എന്ന ആലോചനയുമായി അലസമട്ടിൽ വീട്ടിൽ അങ്ങിങ്ങ് ചുറ്റിത്തിരികയായിരുന്നു സന്ദീപ്. രാജശ്രീ അവനോട് ചോദിച്ചു. എന്താ മോൻ്റെ ഉദ്ദേശം? ഇന്ന് പോണില്ലേ ഓഫീസിൽ? പോണം, പക്ഷെ അവരൊക്കെ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവണ്ടേ? നീ എന്തിനാ? അച്ഛനില്ലേ ഇവിടെ? ഞാനില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ മാത്രമായിട്ടൊരു കൺഫ്രണ്ടേഷൻ ഇതാദ്യമല്ലേ. ഇടയ്ക്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെ നിൽക്കാൻ ഞാൻ വേണ്ടേ? ഷോക്ക് അബ്സോർബറോ? ഇവിടെ എന്ത് ഷോക്കാണ് ഉണ്ടാകാൻ പോകുന്നത്? കൺഫ്രണ്ടേഷൻ. നിൻ്റെ അച്ഛനും അലിമയുടെ അച്ഛനും കൂടി ഗുസ്തി പിടിച്ചിട്ടാണോ നിങ്ങളുടെ കല്യാണം തീരുമാനിക്കുന്നത്? അമ്മേ, അച്ഛൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വെട്ടൊന്ന് മുറി രണ്ട്. സന്തു, ഇവിടെ തർക്ക വിഷയങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ഡിമാൻഡുകൾ ഒന്നുമില്ല. പൊരുത്തം നോക്കി നിശ്ചയവും കല്യാണവും നടത്തിയാൽ പോരെ? ഇതിനിടയ്ക്ക് നിന്റെ ഇടപെടൽ എന്തിനാ? ഇത് മുതിർന്നവർ തമ്മിൽ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളാ. നീ ജോലിക്ക് പോമോനെ ദിനേശ? അമ്മ തമാശ മട്ടിൽ പറഞ്ഞത് കേട്ടു നിന്ന നന്ദന ചിരിച്ചു. എന്താ അടി ഇത്ര ഇളിക്കാൻ? സന്ദീപ് അവളുടെ നേർക്ക് കണ്ണുരുട്ടി. പോ മോനെ ജോലിക്ക്, എന്നോട് കളിക്കാൻ വരല്ലേ? നന്ദന കളിയാക്കി. അല്ലിമ വരുന്നുണ്ടോ ആ കൂടെ? ഇല്ലല്ലോ, രാജശ്രീ ചോദിച്ചു. ഇല്ല. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി, രാജശ്രീ തീർപ്പ് കൽപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് സന്ദീപ് ഓഫീസിലേക്ക് പോയത്. 4 മണിയായപ്പോൾ സന്ദീപ് ഓഫീസിൽ നിന്ന് വിളിച്ച് അലിമയുടെ അച്ഛനും അമ്മയും എവിടെത്തിയെന്ന് തിരക്കി. ചേപ്പാട് കഴിഞ്ഞു എന്ന മറുപടി കിട്ടി. അവൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ച് രാജശ്രീയോട് പറഞ്ഞു. അവർ അരമണിക്കൂറിനകം വരും. ചേപ്പാട് കഴിഞ്ഞു. ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ നോക്ക്, രാജശ്രീ പറഞ്ഞു. 4:30 മണിയോടെ രാജഗോപാലും ശ്രീലക്ഷ്മിയും എത്തി. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. രാജശ്രീയും ജയദേവൻ നമ്പ്യാരും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന് അതിഥികളെ സ്വീകരിച്ച് ഹാളിൽ കൊണ്ടുപോയി ഇരുത്തി. കുശല അന്വേഷണങ്ങൾക്ക് ശേഷം ചായ സൽക്കാരം. സ്കൂൾ വിട്ടുവന്ന നന്ദനയുമായി ശ്രീലക്ഷ്മി സംസാരിക്കുന്നതിനിടയിൽ
ഞങ്ങൾ ഓഫീസ് റൂമിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ജയദേവൻ നമ്പ്യാർ രാജഗോപാലിനെയും കൂട്ടി കോണിപ്പടി കയറിപ്പോയി. ശ്രീലക്ഷ്മിയും രാജശ്രീയും അവരുടേതായ ആഭ്യന്തര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നീങ്ങി. പച്ച വെൽവെറ്റ് വിരിയിട്ട വലിയ ഓഫീസ് ടേബിളിനിപ്പുറം ഓഫീസ് ചെയറിലിരിക്കുമ്പോൾ താൻ വിധി കേൾക്കാനിരിക്കുന്ന കക്ഷിയാണെന്ന് രാജഗോപാലിന് തോന്നി. നിയമഗ്രന്ഥങ്ങളും വിധിപ്പകർപ്പുകളുടെ ഫയലുകളും ചിട്ടയായി അടുക്കിയ മേശപ്പുറം, ചുവന്ന കുഷനുകളിട്ട ആഡംബര കസേരയിൽ ജയദേവൻ നമ്പ്യാർ ഉപവിഷ്ടനായി. അത് ന്യായാധിപന്റെ സിംഹാസനം പോലെ തന്നെ തോന്നിച്ചു. അല്ലിമയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. ഇല്ല, രാജഗോപാൽ പറഞ്ഞു. അതെന്താ പലതവണ പറഞ്ഞിട്ടും? മറുപടി പറയാൻ രാജഗോപാൽ ഒരു നിമിഷമെടുത്തു. അവൾക്ക് ജാതകമില്ല എന്നതാണ് സത്യം. ജയദേവൻ നമ്പ്യാർ രാജഗോപാലിൻ്റെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നോക്കിയിരുന്നു. ജാതകം നഷ്ടപ്പെട്ടാലും ജന്മതീയതിയും ജന്മഗ്രഹവും ജനിച്ച സമയവും ഒക്കെ അറിയാമല്ലോ. ഇല്ല, അതും അറിയില്ല, രാജഗോപാൽ പറഞ്ഞു. ജയദേവൻ നമ്പ്യാരുടെ മുഖത്തുണ്ടായ അമ്പരപ്പ് മാറാൻ അല്പസമയമെടുത്തു. അയാൾ ഒന്നിളകി നിവർന്നിരുന്നു. മുഖത്തുണ്ടായിരുന്ന സൗമ്യതയും സൗഹൃദഭാവവും മാഞ്ഞു. രാജഗോപാൽ തല തിരിച്ച് വാതിലിന് നേർക്ക് നോക്കുന്നത് കണ്ട് ജയദേവൻ നമ്പ്യാർ എഴുന്നേറ്റു. വാതിൽ തുറന്നു കിടക്കുകയാണ്. ജയദേവൻ നമ്പ്യാർ പോയി അതടച്ചു. അതിനുശേഷം തിരികെ കസേരയിൽ വന്നിരുന്നു. രാജഗോപാൽ ജയദേവൻ നമ്പ്യാരെ നോക്കിയിട്ട് പറഞ്ഞു, സന്ദീപും അല്ലിയും തമ്മിലുള്ള വിവാഹം ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം. അത് സാരമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കല്യാണം നടക്കാതെ പോയതെന്ന് നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഉത്തരം കിട്ടിക്കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കാതിരുന്നത്. താങ്കൾക്ക് ഊഹ മാത്രമല്ലേ ഉള്ളൂ. യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായി അറിയില്ലല്ലോ. നിങ്ങൾ എത്രയൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞാലും യാഥാർത്ഥ്യം 2-3 വാക്കുകൾ മാത്രമാണ്. അല്ലിമ നിങ്ങളുടെ മകളല്ല, ദാറ്റ്സ് ഓൾ. താങ്കൾ അങ്ങനെ കടുപ്പിച്ച് പറയരുത്. അല്ലി ഞങ്ങളുടെ മകളാണ്. അവൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ഞാനും ലക്ഷ്മിയും അല്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം, അത് നിങ്ങളുടെ മനോധർമ്മം. എനിക്ക് പറയാനുള്ളത് താങ്കൾ കേൾക്കണം. വെറുതെ ഇവിടെ വന്ന് അല്ലി ഞങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. താങ്കൾ ഒരു മജിസ്ട്രേറ്റ് ആണല്ലോ. തെളിവുകളുടെ തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണല്ലോ വിധി പ്രസ്താവിക്കാറ്. രാജു രാമുവിനെ കൊന്നു എന്ന് കുറ്റം സമ്മതിച്ചാലുടൻ താങ്കൾ രാജുവിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമോ? ഇല്ല. രാജു രാമുവിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി രാജുവിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം രാമുവിൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാമു കയ്യിൽ കിട്ടിയ ഇസ്തിരി പെട്ടികൊണ്ട് രാജുവിൻ്റെ തലയ്ക്ക് ഒരടി കൊടുത്തതും അടിയേറ്റ് രാജു കൊല്ലപ്പെട്ടതും. താങ്കൾ ഈ കേസിലെ പ്രതിയായ രാജുവിനെ മിക്കവാറും വെറുതെ വിട്ടയക്കൂല്ലേ? ജയദേവൻ നമ്പ്യാർക്ക് കാര്യം മനസ്സിലായി. അയാൾ തലയാട്ടി. ശരി, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ജയദേവൻ നമ്പ്യാർ കസേരയിലേക്ക് നല്ല പോലെ ചാഞ്ഞിരുന്നു. താങ്കൾ പറഞ്ഞു വെച്ചെടുത്തു നിന്ന് തന്നെ തുടങ്ങാം. അല്ലിമ ഞങ്ങളുടെ മകളല്ല. ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ആശ്രിതൻ്റെയോ കുട്ടിയുമല്ല. അല്ല, രാജഗോപാൽ സമ്മതിച്ചു. അഡോപ്റ്റ് ചെയ്തതാണ് അല്ലേ? അങ്ങനെയും പറയാൻ വയ്യ. ഞങ്ങളുടെ കയ്യിൽ വന്നുപെട്ടു എന്നതാണ് സത്യം. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇടത് കൈയിലെ തള്ളവിരലിൻ്റെ നഖം വലം കൈയാൽ നുള്ളിക്കൊണ്ട് ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലെടുക്കാൻ രാജഗോപാൽ സമയമെടുത്തു. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പറ്റിക്കാം. കൊള്ളാവുന്ന ഏതെങ്കിലും നക്ഷത്രവും 21 വർഷം മുൻപത്തെ ഒരു ഡേറ്റും പറഞ്ഞിട്ട് അന്നാണ് അല്ലി ജനിച്ചതെന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ജ്യോത്സ്യരോട് പറഞ്ഞ് പൈസ കൊടുത്താൽ ഏറ്റവും നല്ല നാളും തീയതിയും തന്നെ അവർ ശരിയാക്കി തരും. നിങ്ങൾക്കത് വിശ്വസിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് ശരിയാണെന്ന് ജയദേവൻ നമ്പ്യാർ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ കള്ളത്തരം പൊട്ടും. എവിടെയെങ്കിലും വെച്ച് അത് പൊട്ടുന്ന ഒരു ദിവസം വരും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നോട് ആരെങ്കിലും ഒരു ചതി ചെയ്താൽ അയാൾക്കതിൻ്റെ തിരിച്ചടി കിട്ടാതിരിക്കില്ലെന്ന്. ഞാൻ ഇന്നേ വരെ ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല, ആരോടും അനീതി കാണിച്ചിട്ടില്ല. ഒരു ന്യായാധിപൻ്റെ നിഷ്പക്ഷത എപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ട്. എന്നോട് ആരെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിക്തഫലം അവരനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നവനാണ് ഞാൻ. മനുഷ്യരെ വിചാരണ ചെയ്യാനും വിധിക്കാനും ശിക്ഷിക്കാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പക്ഷേ ഈശ്വരന് ഭൂമിയിൽ നേരിട്ട് വന്ന് അത് ചെയ്യാൻ കഴിയാത്തതിനാൽ
ചില മനുഷ്യരെ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളോട് കള്ളം പറയാൻ ഞങ്ങളുടെ മനസ്സാക്ഷി അനുവദിച്ചില്ല. സത്യം തുറന്നു പറയാനുള്ള ഞങ്ങളുടെ ആർജവത്തെ താങ്കൾ ബഹുമാനത്തോടെ കാണും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരാൾ സത്യം പറയേണ്ടിടത്ത് കള്ളം പറയാതെ സത്യം തന്നെ പറയുന്നത് വലിയ ത്യാഗമൊന്നുമല്ല. എനിക്ക് കള്ളം പറയാമായിരുന്നല്ലോ എന്നത് വലിയ ഹൃദയവിശാലതയുമല്ല. എന്നാലും ഈ വിഷയത്തിൽ നിങ്ങൾ സത്യം വെളിപ്പെടുത്തിയതിൽ നന്ദിയുണ്ട്. എൻ്റെ ഉത്സാഹവും പ്രതീക്ഷയും ഒക്കെ ഇപ്പം തന്നെ പോയി. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഞാൻ ആ സംഭവം ചുരുക്കി പറയാം. രാജഗോപാലിൻ്റെ ശബ്ദത്തിൽ മ്ലാനത കലർന്നു. പറഞ്ഞോളൂ. ജയദേവൻ നമ്പ്യാർ കൂട്ടുവായിട്ടു. അയാളുടെ വിരലുകൾ അലസമായി മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റിനെ മെല്ലെ തിരിക്കാനും ഉരുട്ടാനും തുടങ്ങി. ഇവിടെ ഒരു ന്യായാധിപൻ്റെ മുൻപിലിരിക്കുന്ന ഓരോ നിമിഷവും താനും തൻ്റെ സത്യസന്ധതയും താൻ ഇതുവരെ പുലർത്തിപ്പോന്ന മാനുഷിക മൂല്യങ്ങളും അപമാനിക്കപ്പെടുകയാണെന്ന് രാജഗോപാലിന് തോന്നി. അല്ലിമ എങ്ങനെ തങ്ങളുടെ കൈകളിലെത്തി എന്ന് തുറന്നു പറയാൻ ഉറച്ചാണ് അയാൾ ഭാര്യയെയും കൂട്ടി ഹരിപ്പാട് വരെ യാത്ര ചെയ്തു വന്നത്. ഈ നിമിഷത്തിന് തൊട്ടു മുമ്പ് വരെ അയാൾ അതിന് തയ്യാറുമായിരുന്നു. ജയദേവൻ നമ്പ്യാരോട് അഭിമാനത്തോടെ തന്നെ പറയാൻ വേണ്ടി അക്കഥ അയാൾ മനസ്സിലടക്കിയതുമാണ്. സാർ, അല്ലിമ ഞങ്ങളുടെ മകളല്ല. അത് നിങ്ങൾ പറഞ്ഞുവല്ലോ, അത്രയുള്ളൂ. വേറൊന്നും പറയാനില്ല. അല്ല, നിങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് അതേപ്പറ്റി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സാർ, താങ്കളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞില്ലേ? ഈ കല്യാണം നടക്കില്ലെന്ന്. ജയദേവൻ നമ്പ്യാർ രാജഗോപാലിൻ്റെ കണ്ണുകളിലേക്ക് ചുഴിഞ്ഞു നോക്കി. ജാതകം കിട്ടുന്നില്ലെങ്കിൽ നടക്കില്ല. ഇനി ഞാനിവിടെ നിന്ന് എന്തൊക്കെ കഥ പറഞ്ഞാലും നടക്കില്ലല്ലോ. അതില്ല. ജയദേവൻ നമ്പ്യാർ തലകുലുക്കി. അപ്പോൾ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, എനിക്ക് വിരോധമില്ല. ഒരപേക്ഷയുണ്ട്. നമ്മൾ തമ്മിൽ നടന്ന സംഭാഷണം മറ്റാരും അറിയരുതെന്ന്. ആരറിയരുതെന്നാണ്? മറ്റാരും. അല്ലി എൻ്റെ മകളല്ലെന്ന് ആർക്കും അറിയില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലിമയ്ക്ക് അറിയില്ലേ അവൾ നിങ്ങളുടെ മകളല്ലെന്ന്? ഇല്ല, ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അതിൽ തന്നെ ഒരു നിയമലംഘനമുണ്ടല്ലോ. നിങ്ങൾ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ ആ വിവരം അവളെ അറിയിച്ച് തന്നെ വളർത്തിക്കൊള്ളണമെന്നാണ് നിയമം. ഒന്നുകിൽ അന്ന് അങ്ങനെയൊരു നിയമമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ നിയമത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴാണോ നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞത്? അപ്പോഴെങ്കിലും അവളോട് വെളിപ്പെടുത്തണമായിരുന്നു. സാർ, വാസ്തവത്തിൽ അതെന്തൊരു നിയമമാണ്? അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുഞ്ഞ് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണെന്ന് കരുതുന്നതിലല്ലേ കൂടുതൽ സ്നേഹവും വിശ്വാസവും സുരക്ഷിതത്വ ബോധവും ഉള്ളത്? തന്നെ വളർത്തുന്നവർ അന്യരാണല്ലോ എന്ന വിചാരം കുട്ടികളിൽ ഒരു തരം അനാഥത്വവും അന്യതാബോധവും വളർത്താനല്ലേ കാരണമാകൂ? മറിച്ചും സംഭവിക്കാം. സ്വന്തം അച്ഛനമ്മമാർ അല്ലാതിരുന്നിട്ടും ഈ വളർത്തച്ഛനും വളർത്തമ്മയും തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ആ കുട്ടിക്ക് കൂടുതൽ സ്നേഹവും നന്ദിയും തോന്നാം. അന്യയും അനാഥയുമാണെന്ന തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുട്ടിയെ കൂടുതൽ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്തേക്കാം. ഞാൻ താങ്കളോട് വാദിച്ച് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ലി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മകളാണ്. അവൾക്കാണെങ്കിൽ ഞങ്ങൾ അവളുടെ സ്വന്തം അച്ഛനും അമ്മയുമാണ്. ഈ ഒരു കല്യാണാലോചനയുടെ പേരിൽ ഞങ്ങൾക്കിടയിലുള്ള ആ ഐക്യവും സ്നേഹവും തകർന്നു പോകരുത്. രാജഗോപാലിൻ്റേത് അപേക്ഷാസ്വരമായിരുന്നു. കല്യാണം നടക്കാത്തതിന് ഞാൻ എൻ്റെ മകനോടൊരു മറുപടി പറയണ്ടേ? എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെന്നോ ജാതകം നോക്കിയിട്ട് പൊരുത്തമില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ എന്തിന് എൻ്റെ മകനോട് കള്ളം പറയണം? അതും നിങ്ങൾക്ക് വേണ്ടി. എനിക്കെൻ്റെ മകനോടല്ലേ കൂടുതൽ സത്യസന്ധത വേണ്ടത്. സംഗതി കൈവിട്ടു പോവുകയാണെന്ന് രാജഗോപാലിന് തോന്നി. സന്ദീപ് ഇതറിഞ്ഞാൽ അലിമ അറിയാനിടയാവും. അവർ തമ്മിൽ അത്ര അടുപ്പത്തിലാണ്. അവൾ അറിയട്ടെ, അതല്ലേ നീതി. നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും അവളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്, അവളുടെ പേരൻസായിട്ട്. വാസ്തവത്തിൽ നിങ്ങൾ ആൾമാറാട്ടമാണ് നടത്തുന്നത്. നിങ്ങളല്ല അവളുടെ അച്ഛനും അമ്മയുമെന്ന് അറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ആരാണെന്നറിയാനുള്ള അവകാശവും അവൾക്കുണ്ട്. ഇത് രണ്ടും നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. രാജഗോപാൽ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് എന്നാൽ അതേപ്പറ്റി ചിന്തയില്ലാതെ ഇരുന്നു പോയി. നിങ്ങളുടെ മനസ്സിലിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇവിടെ വരേണ്ടായിരുന്നു. ഈ കല്യാണാലോചന പ്രൊസീഡ് ചെയ്യേണ്ടായിരുന്നു. ഈ മുരടൻ മജിസ്ട്രേറ്റിനോട് സംസാരിക്കേണ്ടായിരുന്നു എന്നൊക്കെയല്ലേ? അതെ, അത് ശരിയാണ്, രാജഗോപാൽ തറപ്പിച്ചു പറഞ്ഞു.
കഷ്ടം. സത്യം എല്ലാ കാലത്തും മൂടി വയ്ക്കാൻ പറ്റില്ല രാജഗോപാൽ. അത് ഏതെങ്കിലും വിധത്തിൽ എന്നെങ്കിലും മറനീക്കി പുറത്തു വരും. ചിന്തിച്ചാൽ താങ്കൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അല്ലി ഞങ്ങളുടെ മകളല്ലെന്ന് അവൾ തിരിച്ചറിയുന്നത് എന്തൊരു വലിയ ഷോക്കായിരിക്കും അവൾക്ക്. അവൾ തകർന്നു പോകും, ഷോക്കാവും. ജയദേവൻ നമ്പ്യാർ സമ്മതിച്ചു. എന്നാലും ക്രമേണ അവൾ അതുമായി പൊരുത്തപ്പെടും. സത്യം തുറന്നു പറഞ്ഞ നിങ്ങളോട് അവൾക്ക് നന്ദിയുണ്ടാകും. കാര്യവിവരമുള്ള പെൺകുട്ടിയല്ലേ അവൾ? രാജഗോപാൽ യോജിക്കാനാവാതെ നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ടിരുന്നു. സാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വികാരവിക്ഷുബ്ധനായി രാജഗോപാൽ പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ കുറ്റമല്ല. എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ മകനാണ് ആദ്യം ഇങ്ങനെയൊരു പ്രപ്പോസലുമായി വന്നത്. അന്ന് അല്ലിയും ഞങ്ങളും അത് റിജക്റ്റ് ചെയ്തു. വീണ്ടും നിങ്ങളുടെ മകൻ തന്നെയാണ് മുൻകൈയെടുത്ത് വന്നത്. താല്പര്യമില്ലാതിരുന്ന എൻ്റെ മോളെ എങ്ങനെയൊക്കെയോ താല്പര്യപ്പെടുത്തി. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഞങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. സിവിൽ സർവീസ് എഴുതി എത്രയോ ഉയരത്തിലെത്തിച്ചേരേണ്ടവളാ. അതിനായി വ്രതമെടുത്തിരുന്നവളാ. അവളെ വഴിതെറ്റിച്ചത് നിങ്ങളുടെ മകനാണ്. വഴിതെറ്റിച്ചെന്നോ? അങ്ങനെ തന്നെ പറയണം. നിങ്ങളുടെ മകൻ അവളെ വഴിതെറ്റിച്ച് അവളുടെ ലക്ഷ്യബോധം നശിപ്പിച്ചു. നിങ്ങളുടെ മകന് വേണ്ടി അവൾ സിവിൽ സർവീസ്, അവളുടെ ഫ്യൂച്ചർ, അവളുടെ കരിയർ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അവളെ പ്രേമത്തിൽ പൂട്ടിയിട്ടു. ഇതൊക്കെ നിങ്ങളുടെ മകൻ കാരണമാണ്. അവൻ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്തതാണ്. ഞാനോ എൻ്റെ മകളോ നിങ്ങളുടെ വീട്ടിൽ അപേക്ഷയുമായി വന്നിട്ടില്ല. നിങ്ങളുടെ മകൻ്റെ അടുത്ത് വന്നിട്ടില്ല. എല്ലാം തുടങ്ങി വെച്ചത് നിങ്ങളാണ്. വികാരക്ഷോഭം കൊണ്ട് ഇരിക്കാനാവാതെ രാജഗോപാൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എൻ്റെ മകളെ തള്ളിപ്പറയുന്നു. നിങ്ങൾക്ക് ജാതകം വേണം, ജനന തീയതി വേണം, നാളും നക്ഷത്രവും വേണം, മണ്ണാങ്കെട്ട വേണം. ഇതാണോ മര്യാദ? പ്ലീസ് സിറ്റ് ഡൗൺ മിസ്റ്റർ രാജഗോപാൽ. ഇരിക്കൂ. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആകേണ്ട കാര്യമൊന്നുമില്ല. ജാതകം നമ്മളെല്ലാവരും നോക്കുന്നതാണ്. ജാതക പൊരുത്തം തീരെ ഇല്ലെന്നിരിക്കട്ടെ, തീർച്ചയായും നമ്മളിത് വേണ്ടെന്ന് വെക്കും. അതുപോലെ കണക്കാക്കിയാൽ പോരെ? അതുപോലെ കണക്കാക്കിയാൽ മതി. ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. സന്ദീപിനോട് പറയുക ജാതകം ചേർന്നില്ല. ഞാൻ എൻ്റെ മോളോടും അത് തന്നെ പറഞ്ഞോളാം. അതിനപ്പുറം പോകരുത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എൻ്റെ ഭാര്യയോടും മകനോടും എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. മറ്റുള്ളവരോട് നമുക്ക് എന്തെങ്കിലും ഒഴുകഴിവോ പറയാം. അങ്ങനെയാണെങ്കിൽ സന്ദീപിനോട് പറയണം. അല്ലിമ ഒരിക്കലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയരുതെന്ന്. നിങ്ങൾ അങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ പറയാം. സത്യാവസ്ഥ അറിയരുതെന്ന് പറയുന്നതിൽ തന്നെ ഒരപാകതയുണ്ട്. ചിലപ്പോൾ അവൻ പറഞ്ഞെന്ന് വരില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയപ്പിക്കാൻ സാധ്യതയുണ്ട്. ജയദേവൻ നമ്പ്യാർ സാധാരണ മട്ടിൽ പറഞ്ഞു. എന്തിന്? സ്വന്തം ജനനത്തെയും മാതാപിതാക്കളെയും തന്നെയും കുറിച്ച് സത്യമറിയാനുള്ള അല്ലിമയുടെ മൗലികമായ അവകാശത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും അവളുടെ അച്ഛനും അമ്മയുമായി അഭിനയിച്ച് അവളെ ചീറ്റ് ചെയ്യുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്യുന്നതിനെതിരെ അത് കുറ്റകരമാണ്. രാജഗോപാൽ ജയദേവൻ നമ്പ്യാരെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. ഇനി സംസാരിച്ചാൽ പിടിവിട്ടു പോകുമെന്ന് അയാൾക്ക് തോന്നി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നോ മോർ ഡയലോഗ്സ്. ഇതിവിടെ അവസാനിപ്പിക്കാം. മറുപടിക്ക് കാക്കാതെ രാജഗോപാൽ വെട്ടിത്തിരിഞ്ഞ് വാതിൽക്കലേക്ക് വന്നു. വാതിൽ തുറന്ന ലോബിയിലേക്ക് ഇറങ്ങി. രാജശ്രീയും ശ്രീലക്ഷ്മിയും സംസാരിച്ചുകൊണ്ട് കോണിപ്പടി കയറി വരുന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ക്ഷുഭിതമായ മുഖം കണ്ട് ശ്രീലക്ഷ്മി അമ്പരന്നു. ലക്ഷ്മി, ഇറങ്ങിക്കോ, നമുക്ക് പോകാം. രാജഗോപാൽ പറഞ്ഞു. പോകാനോ? നമ്മളൊന്നും സംസാരിച്ചില്ലല്ലോ. രാജശ്രീ അന്തം വിട്ടു. നിങ്ങളുടെ ഹസ്ബൻഡുമായി സംസാരിച്ചു. അത് തന്നെ ധാരാളം. ലക്ഷ്മി, വേഗം പോണം. എന്താ സംഭവിച്ചത്? രാജശ്രീയുടെ മുഖം വിവർണമായി. രാജഗോപാൽ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ സ്റ്റെയർ കേസ് ഇറങ്ങി. സാരി ധരിച്ചിരുന്നതിനാൽ ശ്രീലക്ഷ്മിക്ക് അത്ര വേഗം ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. രാജഗോപാൽ മുറുകെ പിടിച്ചിരുന്നതുകൊണ്ട് വീണില്ല എന്ന് മാത്രം. രാജഗോപാൽ മുറ്റത്ത് കിടന്ന കാറിൽ ചെന്ന് കയറി. മറുവശത്ത് കൂടി ശ്രീലക്ഷ്മിയും കയറി. രാജഗോപാൽ തിടുക്കത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഏതോ ആപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ശ്രീലക്ഷ്മിക്ക് തോന്നി. എന്തു പറ്റി ഏട്ടാ? ശ്രീലക്ഷ്മി അന്താളിപ്പിൽ ചോദിച്ചു. കല്യാണം നടക്കില്ല, രാജഗോപാൽ പറഞ്ഞു. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. റിവേഴ്സ് എടുത്ത് കാർ തിരിച്ച് രാജഗോപാൽ ഗേറ്റിന് നേർക്ക് ഓടിച്ചു പോയി. ശ്രീലക്ഷ്മി ചകിതയായി ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.